ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ അടുത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പൂജ നടന്നിട്ടുണ്ട്. പൂജയുടെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞ അടുത്തിന് ഫസ്റ്റ് ലുക്കിൻ്റെയും ടീച്ചറിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്നുണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ അടുത്തിൻ്റെ UK ഫാൻ ഷോയുടെ ടിക്കറ്റൊക്കെ സോൾഡ് ഔട്ട് ആയി എന്നുള്ളത് അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റർ ഒക്കെയുണ്ട്. പിന്നെ മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞ അടുത്തിലത്തെ സ്വാതി റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറക്കി. പിന്നെ ഇന്ന് സ്വന്തം പുണ്യാളം എന്ന് പറഞ്ഞ അടുത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജനുവരി 10 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ അവനാഴി എന്ന് പറഞ്ഞ അവിടെ റിലീസിന് വരുന്നുണ്ട് മമ്മൂട്ടിയുടെ പടം. അപ്പോൾ അടുത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയപ്പോൾ ജനുവരി 3 റിലീസായിട്ട് എത്തുന്നത്. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസ്, തൃശ വിനയറായോ അഭിനയിക്കുന്ന പടത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് യുബാരെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അതേമാതിരി ഇന്ന് അതിൻ്റെ ബുക്കിംഗ് 10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് സ്റ്റാർട്ടായിട്ടുണ്ടാവും മിക്കവാറും. പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് റെട്രോ എന്ന് പറഞ്ഞ ഫാൻമിയുടെ പോസ്റ്ററാണ്. എന്ന് വെച്ചാൽ ലവ് ലോഫ്റ്റർ വാർ എന്നുള്ള എന്നെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പോസ്റ്റർ അത്രേ ഉള്ളൂ. എന്തായാലും വണങ്ങാന്ന് പറഞ്ഞിട്ട് പടം വരുന്നുണ്ടായിരുന്നു വിജയന് വെച്ചിട്ട്. അവിടെ സൂര്യയുടെ എത്തുകയായിരുന്നു ഫസ്റ്റ് ബാല പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു ബാലിനായിട്ടുള്ള പ്രശ്നം കൊണ്ടാണെന്നുള്ളതൊക്കെ. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, ഇതൊരു ടൂറിസ്റ്റ് സ്ഥലത്ത് വെച്ചിട്ടാണ് പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ക്രൗഡ് കൂടുന്ന കാരണമാണ് സൂര്യനെ മാറ്റിയിട്ട് അരുൺ വിജയനെ ആക്കി എന്നുള്ള ലെവലിലാണ് ബാല പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വരെ പ്രശ്നത്തിൻ്റെ പേരിലൊന്നല്ല. പിന്നെ പ്രാവൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞോടും ജനുവരി 16 2025 റിലീസ് ആകുക എന്നുള്ള അറിയിച്ചു. പിന്നെ MMN എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. 2 ഫോട്ടോ ഇട്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ. ഇതെല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അസർബൈജാനിലാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പാർട്ട് 2 എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങിയിരുന്നു. തിയേറ്ററിൽ ഏകദേശം 2 മണിക്കൂർ 40 മിനിറ്റിൻ്റെ ഒരു ഫിലിമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പക്ഷേ അതിന് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ OTT റിലീസിനെത്തുമ്പോൾ 1 മണിക്കൂറിലും കൂടുതലായിട്ടുള്ള ഒരു വെർഷനായിരിക്കും പുറത്തിറങ്ങുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എക്സ്റ്റൻഡ് വെർഷനായിട്ട്. ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോൾ ഏകദേശം 11 മിനിറ്റ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ 1 മണിക്കൂറോളം കൂടുതലുണ്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് 90 ലൊക്കേഷനിലാണ് നടന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതൊരു ഗംഭീര സംഭവമായിട്ടൊക്കെ തോന്നി. പിന്നെ ആശുബലിൻ്റെ ഇതിലത്തെ പേര് വിവേക് ഗോപിനാഥ് എന്നാണെന്നുള്ളത് അറിയിച്ചു. പിന്നെ ആശുബലിനെ വെച്ചിട്ട് തമർക്കേവി എന്ന് പറഞ്ഞ ആൾ പടം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കീറ്റ് എന്നുള്ള രീതിയിലാണ് പടത്തിൻ്റെ പേര് കേൾക്കുന്നത്. എന്തായാലും ഫൈനൽ ഷെഡ്യൂളിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കാന്ത എന്ന് പറഞ്ഞിട്ട് ദുൽഖർ സൽമാൻ്റെ ഒരു പടം ഷൂട്ടിംഗ് തുടങ്ങിയതും. അപ്പോൾ അവിടത്തെ ദുൽഖർ സൽമാൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞെന്നുള്ള കേൾക്കുന്നുണ്ട്. കൺഫേം ആയിട്ടില്ല, പക്ഷെ അങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ കോയിമിൽ ഗയ, കൃഷി 3 അങ്ങനെ പടങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. എന്തായാലും കൃഷി 3 ഒരു തല്ലിപ്പൊളി പടമായിരുന്നു. ഇനിയിപ്പോൾ കൃഷി 4 വരുന്നുണ്ട്. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. പക്ഷേ ഏപ്രിലിൽ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ അതിക്ക് രവിചന്ദ്രൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പടം ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടമായിരുന്നു. എന്തായാലും അത് റിലീസിനെത്താൻ പോവുകയാണ്. ഇനി അടുത്തതായിട്ട് ആൾ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടം മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2ാം ഭാഗമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്നുവെച്ചാൽ തുപ്പരിവാലൻ 2 എന്ന് പറഞ്ഞ പടം തുടങ്ങാൻ പോയിരുന്നു. പക്ഷേ എന്തോ ഡിലേ ആവുന്നുണ്ട്. അതുകൊണ്ട് മാർക്ക് ആൻ്റണി 2 ആയിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞാൽ അജിത് കുമാറിനെ വെച്ചിട്ട് തന്നെ ഒരു പടം കൂടി ഉണ്ടാവും എന്നുള്ളതും കേൾക്കുന്നുണ്ട് അതിക്ക് രവിചന്ദ്രൻ്റെ. എന്തായാലും ഗംഭീരമായിട്ട് എല്ലാ പടങ്ങളും. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് ബർത്ത്ഡേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ വന്നിട്ടില്ല. എന്തായാലും അതിൻ്റെ പ്രൊമോ ഇനിയിപ്പോൾ ഈ പൊങ്കലിന് റിലീസാവുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പടത്തിൻ്റെ ലൊക്കേഷൻസിൽ കേരളത്തിലും കോയമ്പത്തൂരുമായിട്ട് ഷൂട്ട് ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും ജയിലർ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് മാർച്ച് 20 ആയിട്ട് തുടങ്ങും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി ആളുടെ വരാനുള്ളൊരു പടമാണ് കൂലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ലോകേഷ് കനകരാജ് എടുക്കുന്ന പടം. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ജയിലർ 2 ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അവിടത്തിൻ്റെ ഷൂട്ടിംഗ് മൊത്തത്തിൽ ഫെബ്രുവരിയോട് കൂടിയിട്ട് തീർക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി മെയ് 1 തീയതിക്കും പടത്തിൻ്റെ റിലീസ് എന്നുള്ള മുന്നേ പറഞ്ഞിട്ടായിരുന്നു 2025. അതങ്ങനെ തന്നെയാണ് ഇപ്പോഴും കേൾക്കുന്നത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഹിന്ദി വെർഷൻ GCCയിൽ ജനുവരി 1 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടം ഫസ്റ്റ് റിലീസായേക്ക് സ്ക്രീൻസോ കുറവായിരുന്നു ഹിന്ദിയിൽ. പിന്നെ അവർ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി 3rd വീക്കിലേക്ക് അവർ 500 കൂടുതൽ സ്ക്രീൻസിലാക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ബേബി ജോ എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങിയാൽ പോലും അതിൻ്റെ സ്ക്രീനൊക്കെ കുറച്ചിട്ട് ഇതിനാണ് കൂടുതൽ സ്ക്രീൻ കൊടുക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ 2ാമത്തെ ആഴ്ചയിൽ തന്നെ അവർ സ്ക്രീൻ കൂട്ടിയ കാരണം തന്നെ 8ാമത്തെ ദിവസം ഞാൻ പറഞ്ഞാൽ 29 ലക്ഷമായിരുന്നു. ഫസ്റ്റ് വീക്കിൽ ആ കൂടിയിട്ട് 25 ലക്ഷം നേടിയ പടമാണ്. 8ാമത്തെ ദിവസം 29 ലക്ഷം ഒറ്റ ദിവസം കൊണ്ട് നേടി. എന്തായാലും 9ാമത്തെ ദിവസമായിട്ട് 70 ലക്ഷം നേടിയിട്ടുണ്ട് 9ാമത്തെ ദിവസം മാത്രം. അങ്ങനെ 1.24 കോടിയോളം ഹിന്ദിയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 5.21 കോടിയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ. ഇനിയും കയറും എന്നുള്ള തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പടത്തിന് 2ാം ഭാഗം ഉണ്ടാവും എന്നുള്ള കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കോ 2 ഉണ്ടാവും എന്നുള്ളത് അനീഫദ്ദീനെ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതെപ്പോഴാണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇതിനായിട്ടൊക്കെ ഭയങ്കര ആക്ഷനായിട്ടും അതേമാതിരി വലിയ ബഡ്ജറ്റിലായിരിക്കും പടം വരിക എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ തെലുങ്ക് റിലീസ് ജനുവരി 1 അപ്പോൾ അതിൻ്റെ തെലുങ്ക് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. സംഭവം നമ്മൾ കണ്ട ടീസർ തന്നെയാണ്. അതിൽ കൂടെ കുറച്ച് വിഷ്വൽസ് കൂടിയും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് മാത്രം. പിന്നെ MT 2ാം മൂഴം എന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കണം എന്നുള്ള ലെവലിലിരുന്നിരുന്നു. പക്ഷേ ആൾ മരിച്ചുപോയി. എന്തായാലും MTക്ക് ആദരാഞ്ജലികൾ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞത് 2ാം മൂഴം എന്ന് പറഞ്ഞ പടം നിർത്തി എന്നുള്ളത്, ഇനി എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ ഉണ്ടാവും എന്നുള്ളതിനാണ് പറഞ്ഞു കേൾക്കുന്നത്. MTയുടെ ഫാമിലി അതിനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ലെവലിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും പടത്തിന് അനൗൺസ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചെയ്തിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.